നമസ്കാരം കൂട്ടുകാരെ, ഗോൾഡ് വിന്നർ മാസ്റ്റർ ഷെഫ് പിള്ളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്നത്തെ പോലെ ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കുപ്പി എന്നറിയപ്പെടുന്ന വിശാഖാണ് ഇന്നത്തെ ഗസ്റ്റ്. സ്വാഗതം ചെയ്യാം. നമസ്കാരം ബ്രോ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് പോകുന്നു ഷെഫ്. അടുത്തോട്ട് വരും. നമ്മുടെ ഏരിയ ഉണ്ട്. നമ്മുടെ ഏരിയയിൽ നിന്നിട്ട് നിങ്ങളുടെ കഥകളൊക്കെ പറയാം. നിങ്ങൾക്ക് ഒരു ഡിഷ് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ. അപ്പൊ സിനിമകളൊക്കെ കണ്ടു, ഭയങ്കര സന്തോഷം. ആളുകളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുന്ന ഒരു മലയാളത്തിന്റെ ഒരു യുവതാരമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പൊ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ? പറയൂ. ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിശേഷം എക്സിറ്റ് എന്നുള്ളൊരു ഫിലിമാണ്. കുറെ കഷ്ടപ്പെട്ടുള്ള ഒരു ഫിലിമാണ്. നിങ്ങൾ ആനന്ദത്തിൽ കൂടെ കണ്ടു. കുപ്പി എന്നുള്ള വേഷം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ദേ ഇപ്പം വീണ്ടും ഒരു കഥാപാത്രമായിട്ട് വന്ന ആളുകളെ ഞെട്ടിച്ചിരിക്കുകയാണ്. അത് കണ്ടിട്ട് നമുക്ക് തന്നെ മനസ്സിലാവും ഈ ഒരു സിനിമ എങ്ങനെയാണ് ഇത്രയും പ്രിപ്പറേഷൻസ്. കാരണം ഇതിൻ്റെ കഥകളൊക്കെ നമ്മുടെ സിനിമാ മേഖലയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഒരു എഫർട്ട് എങ്ങനെയായിരുന്നു ആ എക്സ്പീരിയൻസ്? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു. പക്ഷെ അത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ചാലഞ്ചിങ് ഒരു ക്യാരക്ടറായിരുന്നു. ആസ് എൻ ആക്ടർ ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം ക്യാരക്ടറായിരുന്നു. എനിക്കറിയാം. അതൊക്കെ 30 വർഷം ഒരു മുറിക്കകത്ത് പൂട്ടിയിട്ടിരുന്ന ഒരാളെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവും അത് കേൾക്കുമ്പോൾ തന്നെ. ഇയാൾക്കൊരു ഭാഷയില്ല, നടക്കാൻ അറിയില്ല, ഇരിക്കാൻ അറിയില്ല. ഇതൊക്കെ നമ്മള് അങ്ങനെയാണത്. നമുക്കൊരു ബെഞ്ചുമാർക്കും ഇല്ലല്ലോ നേരത്തെ കണ്ട്. എങ്ങനെയാണെന്ന് അത് ഭയങ്കര ഫ്രീയിങ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ് അതിന്റെ ഒരു ചെയ്യാലോ എന്നുള്ളൊരു ഫീലിംഗ് ആയി. ആ ഒരു രീതിയിൽ ആലോചിക്കുമ്പോൾ അതിന് ഉള്ള ഗൈഡ് ലൈൻസും കാര്യങ്ങളും അവർ തരും, സ്ക്രിപ്റ്റിനകത്ത് ഉണ്ടാവും. ബാക്കി എന്നാലും നമ്മൾ കുറെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ കുറെ അതിന്റെ മുകളിൽ വർക്ക് ചെയ്തിട്ടാണ് പിന്നെ അതിന് മുകളിലേക്ക്. അതെ. പിന്നെ റോ മീറ്റ് കഴിക്കാൻ പറ്റി. കാരണം അത് അറിയില്ല അല്ലേ? അറിയില്ല. പക്ഷെ ഷൂട്ടിന്റെ സമയത്തും റിയൽ അൺകുക്ഡ് മീറ്റാണ് ഞങ്ങൾ കഴിച്ചത്. ആ ഒരു ടെക്സ്ചറും ആ ഒരു ഒറിജിനാലിറ്റിയും ഒക്കെ അല്ലാണ്ട് കിട്ടിയില്ല. അപ്പൊ അത് തന്നെ കഴിച്ചു. പണ്ടത്തെ മനുഷ്യരൊക്കെ നമ്മളെ കേട്ടിട്ടുണ്ട്. ആദ്യം പച്ച ഇറച്ചി, അത് പിന്നീട് കാട്ടുതീ വന്നിട്ട് അറിയാണ്ട് അതിനകത്ത് തീയിൽ വെന്ത ഇറച്ചിയുടെ രുചി കണ്ടിട്ടാണ് പിന്നീട് തീയും പുകയും കുക്കിങ്ങും ഒക്കെ മനുഷ്യർ കൊണ്ടുവന്നത്. ആ രീതിയിൽ പഴയ രീതിയിലുള്ള പച്ച മാംസമൊക്കെ കഴിച്ചിട്ടാണ് അതിനകത്തെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മുടെ ഒരു യുവ താരങ്ങളിലേക്ക് വരുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഒരു മൂവി നിങ്ങളുമൊക്കെ കാണുന്നുണ്ടാവും. ഇപ്പം ഇത് ഓൾറെഡി തിയേറ്ററിൽ വന്നു കഴിഞ്ഞു. ഒരുപാട് റിവ്യൂസ് വരുന്നുണ്ട്. സോ എല്ലാവരും പോയി ഇദ്ദേഹത്തിൻ്റെ കുപ്പി നമ്മളെല്ലാവരും സ്വീകരിച്ചാണ് ആനന്ദം വഴി അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ ഇനി വീണ്ടും ഒരു വിസ്മയിപ്പിക്കുന്ന എക്സിറ്റ് എന്ന് പറഞ്ഞൊരു മൂവിയായിട്ടാണ് ഇവരെല്ലാ ടീമും എത്തിയിരിക്കുന്ന പ്രേക്ഷകരുടെ മുമ്പിലേക്ക്. സോ അതിനു മുമ്പ് നമുക്ക് ഇന്നൊരു ഡിഷ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരണം. എന്തായാലും ആ ഒരു സന്തോഷത്തിൽ ഉള്ള ഈ നമ്മുടെ പ്രേക്ഷകർ ഇങ്ങനെ ഓരോ റെസിപ്പിയെ കാണുമ്പോൾ നമ്മുടെ അടുത്ത് പറയും ഇന്ന ഡിഷ് വേണം. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീട്ടമ്മമാർക്കൊക്കെ പ്രിയപ്പെട്ട എല്ലാവരും ഒക്കെ റെസ്റ്റോറൻറ്റ്സിൽ പോയി സാധാരണ കഴിക്കുന്നതാണ് ഈ ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വീടുകളിൽ ചിലപ്പോൾ സമയങ്ങളിൽ അത് ഉണ്ടാക്കാൻ ആ ഒരു ചൈനീസ് ഫുഡ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈ പ്രഷറിൽ നല്ല ആ ഒരു സ്മോക്കി ഫ്ലേവറൊക്കെ കിട്ടണമെങ്കിൽ വീട്ടിൽ അടുക്കളയിൽ ചെയ്യാനുള്ള വലിയ പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് അത് കറക്റ്റ് ആവാത്തത്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ നമുക്കൊരു സിമ്പിൾ ചിക്കൻ ഫ്രൈഡ് റൈസ് അതാണ് ഉണ്ടാക്കുക. ഓക്കെ, ഇങ്ങനെ ഒരു ചലഞ്ചിങ് ആയിട്ടൊരു കഥാപാത്രം ആദ്യം തന്നെ കിട്ടുമ്പം ഫസ്റ്റ് എക്സൈറ്റഡ് ആവും. ചിലപ്പോൾ നമ്മൾക്ക് പേടിച്ചു പോകും, യോ ഇതെനിക്ക് ചെയ്യാൻ പറ്റുന്നതാണോ. ആ ഫസ്റ്റ് സ്ക്രിപ്റ്റ് കിട്ടിയപ്പോൾ എന്തായിരുന്നു ആദ്യത്തെ തോട്ടിങ്? ആ ചാലഞ്ച് തന്നെയാണ് ഏറ്റവും കൂടുതൽ എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത്. കാരണം ഇങ്ങനത്തെ ഒരു സാധനം ആസ് എൻ ആക്ടർ സാറേ ഇത് നമുക്ക് ഒരിക്കലും നമുക്കിങ്ങനെ കൺസീവ് ചെയ്യാൻ പറ്റില്ലല്ലോ, ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി വന്ന് കയറുന്നത്. അതുമാത്രമല്ല ഈ കുപ്പി കഴിഞ്ഞിട്ട് ഒരു 1.5 വർഷം സാർ പറഞ്ഞ പോലെ തന്നെ ഒരു സെയിം ടൈപ്പ് ക്യാരക്ടേഴ്സ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പം അതിൽ നിന്ന് ബ്രേക്ക് ചെയ്യണം ഭയങ്കര ആഗ്രഹം. കാരണം ആ കുപ്പി ആളുകളെ ഏറ്റെടുത്തു എന്ത് ചെയ്താലും പിന്നെ അത് അവർ ജഡ്ജ് ചെയ്യും. അതാണ്. അപ്പൊ അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രം കിട്ടി. അപ്പൊ അതിനു വേണ്ടിയിട്ട് കുറെ ഞാൻ തകർത്തേ എന്നുള്ളതാണ് ഭയങ്കര ഒരു സന്തോഷം. നമുക്കും ഇങ്ങനെയൊക്കെയുള്ള ഒരാള് അത് ഹാർഡ് വർക്കിംഗ് ആണ്. നമുക്കറിയാം എല്ലാവരും അധ്വാനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാവരും മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓരോന്നും ചെയ്യണം. പക്ഷേ ഈ ഒരു സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എക്സ്ട്രാ ലെവലിലേക്ക് ഏതെല്ലാം ലെവൽ ഇതേ പറഞ്ഞു അദ്ദേഹം അതിൻ്റെ ഒരു ഒറിജിനാലിറ്റി അല്ലെങ്കിൽ എൻ്റെ റിയൽ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് പച്ച ഇറച്ചി കഴിച്ച് ശീലിച്ചു. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്ന തയ്യാറെടുപ്പുകൾ സാധാരണ ഒരു കഥാപാത്രം ചെയ്താൽ നമുക്കറിയാം. നമ്മുടെ മുമ്പിൽ ഒരുപാട് എക്സാമ്പിളുണ്ട്. എല്ലാത്തരം കഥാപാത്രങ്ങൾ ഏതെല്ലാം ഭാഷയിൽ ചെയ്തു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ റെഫറൻസ് ചെയ്യാം. ഇതങ്ങനെ ഒരു വലിയ റെഫറൻസോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നുമില്ല. വായനയിലും സ്വന്തം ഇമാജിനേഷൻ അല്ലെങ്കിൽ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ ഇമാജിനേഷൻ പ്ലസ് ഒരു ആക്ടർ എന്ന നിലയിൽ നിങ്ങൾ കൊടുത്ത എക്സ്ട്രാ എഫർട്ട് കൊണ്ടാണ് ഈ ഒരു പെർഫോമൻസ് കറക്റ്റായിട്ട് വന്നത്. സോ അപ്പോൾ എന്താണ് ഭക്ഷണത്തോടുള്ള താല്പര്യങ്ങൾ? ഒരു ഫുഡിയാണോ അല്ലെങ്കിൽ എന്താണ് ഒരു ഭക്ഷണം എന്ന നിലയിൽ വിശാഖിന് തോന്നുന്നത്? ആക്ച്വലി യു ആർ ഫ്രം മൂവാറ്റുപുഴക്കാരനാണെങ്കിൽ പിന്നെ ഞാൻ ആദ്യമേ ഗസ് ചെയ്യാണ് കേരളത്തിൻ്റെ ഒരു ഇപ്പോൾ എറണാകുളം ജില്ലയിലൊരു സ്ഥലമാണ്. പക്ഷേ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫുഡ് ഡെസ്റ്റിനേഷനാണ് മൂവാറ്റുപുഴ, കാലടി, അങ്കമാലി, ആ ഒരു ബെൽറ്റ്, വരാപ്പുഴ മുതൽ അങ്ങോട്ട് പോകുന്നത്. അവിടെയൊക്കെ ഒരു മീറ്റ് അല്ലെങ്കിൽ ഫിഷ് ഇതിനെയൊക്കെ ഒരു പ്രത്യേകതരം രീതിയിൽ മാത്രം ഭക്ഷണം ഒരു റീജിയണൽ ക്യൂസിനായിട്ട് കൂട്ടുന്ന ഒരു സ്ഥലത്തെ ഒരാളാണ്. അതെ. സോ എങ്ങനെയാണ് അറിയോ ഫുഡി? ഭയങ്കര ഫുഡിയാണ് സാർ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ്? നാടനാണോ?
അല്ല അങ്ങനെ വെച്ചാൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ഭയങ്കര ഫുഡ് ചെയ്യണം മാത്രമല്ല കുറച്ചധികം കുക്കിങ്ങും ചെയ്യും. ഓക്കെ. എസ്പെഷ്യലി ആഫ്റ്റർ മാരേജ് ഞാനും വൈഫും കൂടെ ഇപ്പോൾ ഞങ്ങൾ വേറെ ആളെ വെച്ചിട്ടില്ല, ഞങ്ങൾ തന്നെയാണ് എല്ലാം ചെയ്യും. അതുകൊണ്ട് ഇപ്പൊ അത്യാവശ്യം നല്ലൊരു രണ്ടുപേരും കുക്ക് ചെയ്യും. ഇപ്പൊ ഒരു പ്രാക്ടീസ് ഒക്കെ വന്നിട്ടുണ്ട്. കുക്ക് ചെയ്ത് തുടങ്ങിയ ഒരു ഇൻട്രസ്റ്റ് വന്നു. ഫ്രീ ടൈം കിട്ടിയ നിങ്ങൾ തന്നെ കുക്ക് ചെയ്യും കഴിയും? അല്ലെങ്കിലും കുക്ക് ചെയ്യും, പക്ഷേ ഫ്രീ ടൈം കിട്ടുമ്പോൾ കുറച്ചും കൂടെ ടൈം എടുത്ത് വേറെ വെറൈറ്റി അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ടുള്ള പരിപാടികളായിരിക്കും. ഒരു ട്രാവലിംഗ് ഒക്കെ താല്പര്യമുള്ള ഒരാളാണ്? ഭയങ്കര താല്പര്യം. എവിടേക്കാണ് പോകാൻ ഇഷ്ടമുള്ളത്? ഈയിടെ ഞങ്ങൾ ലാസ്റ്റ് ട്രാവൽ ചെയ്തത് തായ്ലൻഡിലോട്ടായിരുന്നു. തായ്ലൻഡ്. പക്ഷേ വൺസ് ഇൻ ഇയർ മറ്റേ ഹിമാലയൻ യാത്ര പിടിക്കാറുണ്ട്. അവിടെ പോയി ആ ട്രെക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഹംബ്ലിംഗ് ഫീലാണ്. നമ്മളൊന്നും അല്ല എന്ന് മനസ്സിലാവുന്ന ഒരു ഇതാണ്. എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് എത്തപ്പെട്ടത്? ചെറുപ്പം തൊട്ടേ ഇത് തന്നെയായിരുന്നു സാറേ, നമ്മുടെ ഉദ്ദേശം ഇത് തന്നെയായിരുന്നു. അന്ന് തൊട്ട് തന്നെ ഈ ഷോർട്ട് ഫിലിംസ് ഒക്കെ പിടിക്കുക, നാടകങ്ങൾ ചെയ്യുക, സിനിമയിൽ കാണുന്ന കുറേ രംഗങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ വന്നിട്ട് ഞാനും അനിയനും കൂടെ ചെറിയ ക്യാമറ ഷൂട്ട് ചെയ്യുക. ഏറ്റവും വലിയ ടൈം പാസ് അതായിരുന്നു. പിന്നെ ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് കൊള്ളാലോ, ഈ പരിപാടി നമുക്ക് പ്രൊഫഷനായിട്ട് ചെയ്യാം എന്ന് തോന്നിയത് ഒരു +1 ഒക്കെ ആയപ്പോഴാണ്. പിന്നെ ഡ്രാമ സീരിയസ് ആയിട്ട് എടുത്തു, ഷോർട്ട് ഫിലിം സീരിയസ് ആയിട്ട് എടുത്തു. അങ്ങനെ ഒരു ഓഡിഷനിലൂടെയാണ് ആനന്ദത്തിലേക്ക് എത്തിയത്. സോ ആദ്യം തന്നെ നമ്മൾ ഫ്രൈഡ് റൈസിന് നല്ല പാൻ നല്ലപോലെ ചൂടാക്കിയിട്ട് എണ്ണയും നല്ല സ്മോക്കി ഫ്ലേവർ വരും. കാരണം ഇതിനൊരു പെട്ടെന്ന് സ്പീഡായിട്ട് കുക്ക് ചെയ്യേണ്ട ഒരു സാധനമാണ്. അപ്പോൾ എണ്ണ ചൂടായിട്ട് ആദ്യം ഇതിൻ്റെ അരിഞ്ഞു വെക്കേണ്ടത് ബീൻസ്, അതുപോലെ ക്യാബേജ്, ക്യാരറ്റ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ, ക്യാപ്സിക്കം എന്ത് വേണമെങ്കിലും ഇടാം. അപ്പോൾ കുറച്ച് ബീൻസ് ഒരു സൈഡിലിടുകയാണ്. ഒരു ക്രഞ്ചി ടേസ്റ്റിന് വേണ്ടിയാണ്. ഇത് ഒരുപാട് കുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ജൂലിയൻ കട്ട് ചെയ്ത ക്യാബേജാണ്, ലേശം ക്യാരറ്റ്, ക്യാപ്സിക്കം, ഒരു എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് പച്ചമുളക് അടിക്കാം. കാരണം ഇതിനകത്ത് ബ്ലാക്ക് പെപ്പറാണ് ഇടുക. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തു. ബോയിൽ ചെയ്ത ചിക്കൻ്റെ ബ്രഷ് പീസാണ് ഇതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. വേറെ ഫ്ലേവർ ഒന്നും വേണ്ട, ജസ്റ്റ് ഈ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ചിക്കൻ ഷെഡ് ചെയ്ത പീസാണ്. ഇത് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുന്നു. ഇതിൻ്റെ ഒരു ടേസ്റ്റ്, ഫ്രൈഡ് റൈസിൻ്റെ ഏറ്റവും ടേസ്റ്റ് എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള എഗ്ഗാണ്. എഗ്ഗ് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഓംലെറ്റ് പോലെ ഉണ്ടാക്കി ചെറുതായിട്ട് ക്രഷ് ചെയ്തിടാൻ പറ്റും. അല്ലാതെ ഡയറക്റ്റായിട്ട് ഇട്ടാൽ ഈ ഒരു വെജിറ്റബിളിൻ്റെ ക്രഞ്ചിനെസ് അത് കിട്ടില്ല. അതുകൊണ്ടാണ് എഗ്ഗ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുക. അപ്പം മലയാളം അല്ലാതെ ഏതൊക്കെ ഭാഷയിലാണ് ഇപ്പം തയ്യാറെടുക്കൽ നടത്തുന്നത്? അല്ലെങ്കിൽ വേറെ ഹിന്ദിയിൽ ഇപ്പോൾ 4ാമത്തെ ഒരു പ്രോജക്റ്റിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. നെറ്റ്ഫ്ലിക്സിന് വേണ്ടിയുള്ള ഒരു സീരീസ് ആണ്. നമ്മുടെ കീർത്തി സുരേഷും പിന്നെ രാധിക ആപ്തെ എന്ന് പറഞ്ഞൊരു ആക്ടർ, പിന്നെ 3 പേരാണ് അതിലെ മെയിൻ ക്യാരക്ടേഴ്സ് ഉള്ളത്. അപ്പം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അല്ല, ഞാൻ ഷെഫിനോട് ഒരു ചോദ്യം ചോദിച്ചോളൂ. നിങ്ങളുടെ ക്രിയേറ്റീവ് പ്രോസസ്സ് എങ്ങനെയാണ്? ഇപ്പോൾ ഒരു ഐക്കോണിക് ഡിഷ് ഷെഫ് ഇൻവെന്റ് ചെയ്യുമ്പോൾ അത് എവിടെ നിന്നാണ് അതിൻ്റെ ഇൻസ്പിറേഷൻ വരുന്നത്? എവിടെ നിന്നാണ് അത് വരുന്നത്? അത് ശരിക്കും നമ്മുടെ ഈ ട്രാവൽ, നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ കാണുന്ന പോലെ നമ്മളും ട്രാവൽ ചെയ്യുമ്പോൾ എന്തായാലും ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓരോ ലോക്കൽ ക്യൂസിൻ. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ അങ്കമാലി ചെല്ലുമ്പോൾ നമ്മളൊരു മലയാളി എന്ന നിലയിൽ ഞാൻ കൊല്ലത്തുകാരനാണ്. അപ്പോൾ നമ്മൾ വീടുകളിൽ കഴിച്ചാൽ നമ്മുടെ നാട്ടിൻപുറത്തുള്ള രീതിയിലുള്ള ഭക്ഷണമായാൽ പോലും തേങ്ങയാണ്, വെളിച്ചെണ്ണയാണ്, ചിക്കനാണ്, മീനാണ് ഇവിടെ നമ്മളെല്ലാവരും കഴിക്കുക. പക്ഷേ അവിടുത്തെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു കുക്കിംഗ് മെത്തേഡ് അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന രീതി, തേങ്ങേനെ അരച്ചോ അല്ലെങ്കിൽ പാലെടുത്തോ അല്ലെങ്കിൽ അതിൻ്റെ താളിപ്പ്, ഇതിനൊക്കെ വ്യത്യാസം വരുമ്പോൾ രുചികളൊക്കെ മാറുകയാണ്. അപ്പോൾ അങ്ങനെ ഓരോ വ്യത്യാസം ഓരോ സ്ഥലത്ത് പോകുമ്പോഴും നമ്മൾ കാണും. അപ്പോൾ അതൊരു ഒബ്സർവ് ചെയ്യുന്ന ഒരു ഷെഫ് എന്ന നിലയിൽ, ഇതൊക്കെ ഭയങ്കര താല്പര്യമുള്ള ഒരാളെന്ന നിലയിൽ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും നമ്മൾ കാണുന്ന ഭക്ഷണം അതിനെ പിന്നെ ഇൻസ്പയർ ചെയ്തിട്ട് അതിനെ നമ്മളുടെ ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ഇമാജിനേഷനിലേക്ക് അത് മാറ്റി അതിലെ കുറച്ച് ടെക്നിക്സ് മാറ്റിയാൽ അല്ലെങ്കിൽ കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസിനെ മാറ്റിയാൽ അല്ലെങ്കിൽ ആ മെത്തേഡിനൊന്ന് മാറ്റിയാൽ ചിലപ്പോൾ പുതിയൊരു സാധനം വരും. അപ്പോൾ അങ്ങനെയാണ് നമ്മളും ഡെവലപ്പ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് വെജിറ്റബിൾ ഏകദേശം ക്രഷ് ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ ജസ്റ്റ് ഒരു ഓംലെറ്റ്. ഫ്രൈഡ് റൈസ്, ചൈനീസ് ഭക്ഷണമൊക്കെ ഇഷ്ടമുള്ള ഒരാളാണോ? ഓക്കെ. ലേശം ടൊമാറ്റോ കെച്ചപ്പാണ്. അതൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇടാതെയും ആളുകൾ ഉപയോഗിക്കും. ഇത് ജസ്റ്റ് ഒരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്. ഒരുപാട് കറികളൊന്നും ഇല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് നല്ലതാണ്. അതിനോടൊപ്പം തന്നെ ലേശം സോയാ സോസ്, ബ്ലാക്ക് പെപ്പർ, സോൾട്ട്. ഇതിനെ ഒരു സൈഡിലിട്ട് അതിനെ ഒന്ന് മെൽറ്റാക്കി എടുത്തു. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ചിക്കൻ ആണെങ്കിൽ ചിക്കൻ ആക്കാം, കുറച്ച് പ്രോൺസ് വേണമെങ്കിൽ ഗ്രില്ല് ചെയ്തതിനകത്ത് ആഡ് ചെയ്യാം. എഗ്ഗ് റെഡി ആയിട്ടുണ്ട്. ഈ എക്സിറ്റിന്റെ ലൊക്കേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒക്കെ എവിടെയൊക്കെ ആയിരുന്നു? അത് എങ്ങനെയാണ്? കുട്ടിക്കാനത്തായിരുന്നു ഷൂട്ട്. ഏകദേശം എത്ര നാളാണ് അതിന്റെ? ഞങ്ങളൊരു 35-40 ദിവസം ഷൂട്ട് ചെയ്തു. പക്ഷെ നല്ല കഷ്ടപ്പാട്. അത് പറയേണ്ട കാര്യം, അത് സിനിമ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അല്ല, എനിക്ക് മാത്രമല്ല, ബാക്കിയുള്ള കോ ആക്ടേഴ്സിന് എല്ലാവർക്കും ആണെങ്കിലും അതെ. മറ്റേ എന്നും തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ ദേഹം മുഴുവൻ മുറിവും ചതവും കുഴമ്പൊക്കെ തേച്ച് പെയിൻ കില്ലേഴ്സൊക്കെ അടിച്ചിട്ടാണ് എന്നും ഉറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഫണ്ണായിരുന്നു, പക്ഷെ ഭയങ്കര എക്സ്ട്രീം ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അത്. ഇനി ആ മുട്ടേനെ ജസ്റ്റ് ഒരു ഓവർ കുക്ക് ചെയ്യേണ്ട കാര്യമല്ല, ഒരു ഫ്ലഫി ആയിട്ട് ഇരുന്ന് കഴിക്കാനാണ് എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ്. ചെറിയ ചെറിയ പീസായിട്ട് ക്രഷ് ചെയ്യുന്നു. ഇനി അത് ഇതിലേക്ക് മിക്സ് ചെയ്യാണ്.
ഇപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ ചെയ്യുമ്പോൾ അവർ മറ്റു വലിയ റെസ്റ്റോറൻറ്റിൽ നല്ല ഹൈ പ്രഷർ ബർണറിൽ ആ ഒരു പാൻ, അതിനൊരു കടായി ഉണ്ട്, ചൈനീസ് കടായി എന്നാണ് അതിന് പറയുക. അപ്പോൾ ആ ചൈനീസ് കടായി ആദ്യം തന്നെ ഭയങ്കര ഹൈ പ്രഷറിൽ തന്നെ പഴിപ്പിക്കും. അപ്പോൾ ആ റൈസും ഈ വെജിറ്റബിളൊക്കെ ഒരു വിത്തിൻ 2 മിനിറ്റ്സിൽ ഡിഷ് ഔട്ട് ആവണമെന്നാണ്. അതുകൊണ്ടാണ് ആ ടേസ്റ്റ് കിട്ടുന്നത്, സ്മോക്കി ഫ്ലേവർ. നമ്മുടെ വീടുകളിൽ ഒരിക്കലും ഈ ഒരു ആ ഒരു ചൂട് ആ ഒരു പാൻ കിട്ടാത്തതുകൊണ്ട് നമുക്ക് ആ ഒരു ടെക്സ്ചറിൽ എത്തിക്കാൻ പറ്റില്ല. കാരണം അത് ഹൈ നിങ്ങൾ കണ്ടിട്ടില്ലേ ആ ഒരു ഭയങ്കര തീയിൽ ചെറിയ നേർത്ത ആ കടായിക്കകത്ത് ചൂടിങ്ങനെ തട്ടി പഴുക്കും. ആ റൈസ് തന്നെ ഇട്ടാൽ റൈസ് തന്നെ തെറിക്കും, ഒരു മൂവ്മെന്റ് പോലും ഇല്ലാതെ ചൂടിൽ കിടന്ന് തെറിക്കും. അങ്ങനെ ആ ഹൈ സ്പീഡിൽ അതിനെ മിക്സ് ചെയ്യുമ്പം ഒരു സ്മോക്കി ഫ്ലേവറിൽ ഡ്രൈ ആയിട്ടിരിക്കുമ്പോഴാണ് ആ ചൈനീസ് ടേസ്റ്റ് കിട്ടുക. ഈവൻ ചില്ലി ചിക്കൻ ആയിക്കോട്ടെ, മഞ്ചൂരിയൻ അല്ലെങ്കിൽ സൂപ്പ്, ഇതൊക്കെ ഒരു 2 മിനിറ്റ്സ് ടൈമിലാണ്. ഈ ചൈനീസ് ഫുഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത 2 മിനിറ്റ്സിൽ ഈച്ച് ഡിഷ് ഔട്ട് ആവും. പക്ഷേ അതിൻ്റെ മിസംബ്ലാസ് ഈ ചെയ്യുന്നതിനാണ് കൂടുതൽ സമയം എടുക്കുക. അതിൻ്റെ സ്റ്റോക്ക് അവിടെ റെഡി ഉണ്ടായിരിക്കും, ചിക്കൻ അവിടെ റെഡി ഉണ്ടായിരിക്കും, വെജിറ്റബിൾ എല്ലാം റെഡിയാണ്, റൈസ് കുക്ക് ചെയ്യുന്നു, ഓർഡർ വന്നു കഴിഞ്ഞാൽ പാനിലേക്ക് ഇടുന്നു, ടക്ക് 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 അടി ഡിഷ് ഔട്ട് ചെയ്യുന്നു, വെളിയിലേക്ക് വരിക. അതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്. സോ ഇത് ഏകദേശം എല്ലാം സെറ്റായി. ഇനി നമ്മൾ ബോയിൽ ചെയ്ത റൈസ്, ബസ്മതി റൈസാണ്, ബോയിൽ ചെയ്ത റൈസിനകത്ത് ആഡ് ചെയ്യുന്നു. ഇതിനെ ഒരു ഹൈ ഫ്ലെയിമിൽ, ഇതിനകത്ത് മാക്സിമം നിങ്ങളുടെ വീട്ടിലുള്ളതിൻ്റെ ഹൈ ഫ്ലെയിം വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്ത് ഇതൊക്കെയാണ് ആ ചൂട് തട്ടുന്നതുകൊണ്ടാണ് റൈസ് സെപ്പറേറ്റ് ആയിട്ട് മാറുന്നു, അതിൻ്റെ കളർ മാറി. ഇതിപ്പോൾ ഈ ഒരു ടെക്സ്ചറിൽ നമുക്ക് ഓൾറെഡി അതിൻ്റെ ഒരു ബ്രൗണിഷ് കളർ, ആ സോയാ സോസ് ആണ്. കുറച്ചുകൂടെ കളർ വേണ്ടവർക്ക് സോയാ സോസ് ആഡ് ചെയ്യാം. അതിനകത്ത് വേണമെങ്കിൽ കുറച്ചുകൂടെ ഫ്ലേവർ കൂട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരി ചില്ലി സോസ് ആഡ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഇതൊരു സിമ്പിൾ നമുക്കൊരു ഫ്ലേവർഫുൾ റൈസാണ്. ബ്ലാക്ക് പെപ്പർ ഉണ്ട്. അതിൻ്റെ ഫൈനൽ ഗാർണിഷ് ആയിട്ട് സ്പ്രിംഗ് ഓണിയൻസ് ആണ്, അല്ലെങ്കിൽ സെലറീസ് ഉണ്ടെങ്കിൽ സെലറി ലീവ്സ് ചോപ്പ് ചെയ്തിടാം. ഇത് സ്പ്രിംഗ് ഓണിയൻസ് കൂടി ഇട്ട് കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസ് റെഡിയാണ്. വേഗത്തിൽ കുട്ടികളൊക്കെ ഉള്ള ഒരു സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ അവർക്കൊരു 4 മണിക്ക് പരീക്ഷയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ, ഒരു എക്സാം കഴിഞ്ഞിട്ട് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് എല്ലാ ദിവസവും ഈ ഫ്രൈ ഐറ്റം ഒന്നും ഇല്ലാതെ ഇങ്ങനെയൊക്കെയുള്ള റൈസൊക്കെ കഴിക്കാനാണെങ്കിൽ അതിനകത്ത് ഓൾറെഡി മീറ്റ് ഉണ്ട്, എഗ് ഉണ്ട്, വേണമെങ്കിൽ അതിനകത്ത് പ്രോൺസ് ഇടാം, ഫിഷ് ഇടാം, ക്രാബിൻ്റെ മീറ്റ് ഇടാം, മിക്സ് ഫ്രൈഡ് റൈസ് എന്ന് വെച്ചാൽ ലാമ്പ് ഇടാം, എന്ത് വേണമെങ്കിലും ഇട്ടിട്ട് ചെയ്യാം. അല്ലെങ്കിൽ വെജിറ്റബിൾ മാത്രമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പലതരം വെജിറ്റബിൾ സോർട്ട് ചെയ്തിട്ടിട്ടാലും ഒരു കംപ്ലീറ്റ് മീൽ പോലെ, ഒരു സ്നാക്ക് പോലെ ഈവനിങ് കഴിക്കാൻ. സോ എക്സിറ്റ് കഴിഞ്ഞു, ഇനി പുതിയ പ്രൊജക്ട്സ് എന്തൊക്കെ ചെയ്യാനാണ്? ഈ വർഷം ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ഷെഫ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഈ വർഷം ഇറങ്ങുന്ന ഓരോ ക്യാരക്ടറും ഭയങ്കര എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ് ഭയങ്കരമായിട്ട്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പോകുന്നത് നമ്മുടെ മഹേഷിന്റെ പ്രതികാരം, കുമ്പളങ്ങി, ഇതൊക്കെ എഡിറ്റ് ചെയ്ത സൈജു ഏട്ടന്റെ ഡയറക്ടോറിയൽ ഡെബ്യൂല് നായകനായിട്ട് ഞാനാണ്. അതൊക്കെ ഭയങ്കര, കാരണം അദ്ദേഹത്തിന്റെ ഒക്കെ ഈ പറഞ്ഞ പോലെ കുമ്പളങ്ങി നൈറ്റ്സ്, ഇവരുടെയൊക്കെ ആ ഒരു ടീം, ആഷിഖ് കപൂർ, ശ്യാം ചേട്ടൻ, ദിലീഷ് പത്തൻ, അവരുടെയൊക്കെ ആ ഗ്യാങ്ങിലുണ്ടായ ആൾക്കാരുടെ സിനിമ എന്ന് പറയുന്നത് വേറെ സ്പെഷ്യലാണല്ലോ. ജൂണിൽ എമർജൻസി എന്ന് പറഞ്ഞൊരു ഫിലിം ഉണ്ട്, അതിൽ സഞ്ജയ് ഗാന്ധിയുടെ ക്യാരക്ടറാണ് പ്ലേ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് മേക്ക് ഓവർ ചെയ്തിട്ടാണ് അത്. ബോൾ ക്യാപ്പ് വെച്ച് പിന്നെ കുറെ തടി കൂട്ടി, ഒരു 10 കിലോ കൂട്ടി. ഓക്കെ, ഇങ്ങനെ ഒരു സിമ്പിൾ ആയിട്ട് ഒരു ഹെൽത്തി പ്രോപ്പർ ഹൈറ്റ്, ബോഡി കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഹെയർ കറക്റ്റ് ആണ്, നല്ലപോലെ ഉറങ്ങുന്നതായിട്ട് കാണാൻ ജോലിയായി. എങ്ങനെയാണ് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഹൗ യു? അല്ല, എനിക്ക് ഫുഡ് ഭയങ്കര ഇതാണ്. അപ്പോൾ എനിക്ക് മറ്റേ ഫുഡ് വേ ചെയ്ത് കഴിക്കുന്നൊന്നും എനിക്ക് പറ്റില്ല. അത് ഇറ്റ്സ് നോട്ട് നാച്ചുറൽ. അപ്പോൾ ഞാൻ മാക്രോസ് നോക്കുന്നത് മാത്രമേ ഉള്ളൂ ഷെഫ്. അപ്പോൾ എല്ലാത്തിലും പ്രോട്ടീൻസും ഫൈബറും വെജിറ്റബിൾസും ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് പ്രോപ്പറായിട്ട് കഴിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ കാർബ്സ് വൺസ് ഇൻ എ ഡേ. വർക്കൗട്ട് 4-5 ടൈംസ് എ വീക്ക് എന്തായാലും. ഓക്കെ, ഒരു യങ്സ്റ്റേഴ്സിന് ഈ ഒരു സിനിമയിലൊക്കെ വരാൻ പറ്റുന്ന ഒരുപാട് മോഡലിംഗ് അല്ലെങ്കിൽ സിനിമയിലേക്ക് അല്ലെങ്കിൽ ഈ മീഡിയയിലൊക്കെ വരാൻ പറ്റുന്ന ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു 8ാം ക്ലാസ് മുതൽ ഒരു +2 കഴിഞ്ഞ ഒരു 16-year-old പിള്ളേരുണ്ട്. വാട്ട് അഡ്വൈസ് യു ക്യാൻ ഗീവ്? സിനിമയിലേക്ക് വരാൻ ആഗ്രഹമുള്ളവരോട് എനിക്ക് ഇന്നേ പറയാനുള്ളൂ, നമ്മളിത് സ്വപ്നം കണ്ടാൽ മാത്രം പോരാ. ഇത് ഭയങ്കര കമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഫീൽഡാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് ആർക്ക് വേണമെങ്കിലും പടം ഉണ്ടാക്കാം. നിങ്ങളുടെ ഫോണിൽ തന്നെ വേണമെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാം, നാടകങ്ങൾ കളിക്കാം, തെരുവ് നാടകങ്ങൾ കളിക്കാം, ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യാം, ഓഡിഷൻ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. 1 fine day സംഭവിക്കാണ്ട് എവിടെ എത്തേണ്ടടുത്ത് ഉറപ്പായിട്ട്. ഓക്കെ, നമുക്ക് ഇനി ടേസ്റ്റ് ചെയ്യാൻ പോവാം. യെസ്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് വീട്ടിലുണ്ടാക്കാം. ആദ്യം തന്നെ ബാസ്മതി റൈസ് ബോയിൽ ചെയ്ത് വെക്കുക, ഓവർ കുക്ക് ചെയ്യരുത്. അത് മാറ്റി വെച്ചതിന് ശേഷം ബീൻസ് പൊട്ടിയായിട്ട് ചോപ്പ് ചെയ്ത് വെക്കുക. അതുപോലെ ക്യാബേജ് നീളത്തിൽ ജൂലിയനായിട്ട് നൈസായിട്ട് അരിഞ്ഞ് വെക്കുക. ക്യാപ്സിക്കം, ഗ്രീൻ ചില്ലി ഇതൊക്കെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ട് മുട്ട, അതിനോടൊപ്പം തന്നെ ടൊമാറ്റോ കെച്ചപ്പ്, ലേശം സോയാ സോസ്, സോൾട്ട്, ഇത്രയൊക്കെ മതി. അതിനുശേഷം ഒരു പാനിനകത്തോട്ട് എണ്ണ നന്നായിട്ട് ചൂടാക്കി ബീൻസും അതുപോലെ ക്യാരറ്റ്,
പച്ചക്കറികളെല്ലാം കൂടെ മിക്സ് ചെയ്യുക. അതിനുശേഷം അതിനകത്ത് ടൊമാറ്റോ കെച്ചപ്പ്, സോയാ സോസ്, ബ്ലാക്ക് പെപ്പർ, ആവശ്യമുള്ള ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഒരു വേറൊരു പാനിനകത്ത് എഗ്ഗ് ബീറ്റ് ചെയ്തൊരു ഓംലെറ്റ് പോലെ ആയിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഇതിനെല്ലാം കൂടെ മിക്സ് ചെയ്യുക. ബോയിൽ ചെയ്ത റൈസ് ഇട്ടിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ, മാക്സിമം നിങ്ങളുടെ ഹൈ ഫ്ലെയിമിൽ അതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ സീസൺ ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പ്, കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചിക്കൻ ആണോ പ്രോൺ ആണോ ഇഷ്ടപ്പെട്ട മീറ്റ് ചേർത്തുള്ള ഫ്രൈഡ് റൈസ് റെഡിയാണ്. വിശാഖന് കഴിക്കാൻ കൊടുക്കുകയാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച് വിശ. ഈ ഒരു ഷോയുടെ പ്രത്യേകത, ഇതിനകത്തൊരു ഫുഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗസ്റ്റ് കൂടെ വരും. അവരെന്തെങ്കിലുമൊക്കെ ഭക്ഷണം കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഗസ്റ്റിന് ഭയങ്കര ഒരു സ്പെഷ്യലാണ്. ഞാൻ ഇതുപോലൊരു ഷോ അവതരിപ്പിക്കാൻ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഷോയുടെ ഇടയിൽ എൻ്റെ പ്രിപ്പ് ചെയ്യാനായിട്ട് ഒരു ലേഡി, ഒരു പ്രായമുള്ളൊരു അമ്മ, അപ്പോൾ അവരിങ്ങനെ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ കാണും, സംസാരിക്കും. ഇതേപോലെ ഷോയ്ക്ക് വേണ്ടിയിട്ട് കുക്ക് ചെയ്യാനായിട്ട് വരികയാണ്. അപ്പോൾ അതിങ്ങനെ കണ്ടു, സംസാരിച്ചു. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കഥ ഞാൻ നേരിട്ട് തന്നെ പറയാം. സതിയമ്മയാണ്. സതിയമ്മ വരൂ. ഇതെന്താ, കപ്പയാണോ? കപ്പയും കപ്പ കുഴച്ചതും ചാളക്കറിയും. ഇത് സതിയമ്മയാണ്. ഈ സതിയമ്മയുടെ കഥ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുക്കിംഗ് ഷോ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രിപ്പ് ചെയ്യാനായിട്ട് സൈഡിൽ സഹായിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരുപാട് ഷോയൊക്കെ കഴിയുമ്പോൾ ഇടയ്ക്ക് കാണും, ചായയൊക്കെ ഉണ്ടായിക്കൊണ്ടിരും. പിന്നെ ഒരു ദിവസം ഇങ്ങനെ സംസാരിക്കും, പറഞ്ഞു ഇങ്ങനെ പ്രായമായി, എനിക്കൊരു ജോലിയൊക്കെ ചെയ്യണം, ഇങ്ങനെ വല്ലപ്പോഴും നിൽക്കുകയാണ്, കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് റെസ്റ്റോറൻ്റ് ഉണ്ട് കൊച്ചിയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ലേ മെറിഡിയനിൽ വേണമെങ്കിൽ ഒരു വേക്കൻസി തരാം. അപ്പോൾ ലേ മെറിഡിയൻ ആണോ? ഞാൻ ലേ മെറിഡിയൻ്റെ മുന്നിൽ കൂടെ തുടങ്ങി അന്ന് കാലം പോലെ നടന്നു പോകുമ്പോൾ അതിൻ്റെ ഉള്ളിലൊന്ന് കാണണമെന്നൊക്കെ ആഗ്രഹിച്ചാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, എങ്കിൽ നിങ്ങൾക്കൊരു ജോലി. എങ്ങനെയായിരുന്നു സതിയമ്മ, പറയൂ. ആദ്യമായിട്ട് ഞാൻ ചെല്ലും. അപ്പൊ ഞാൻ ചോദിച്ചത് ഗ്ലാമർ നോക്കും അവിടെ നമ്മളെ ജോലി എടുക്കും. അങ്ങനെ ആദ്യമായിട്ട് അവിടെ കയറിയ സീൻ ആലോചിക്കുവാണ്. എന്റെ ദൈവം, സ്വർഗത്തിലാണോ ഭൂമിയിലാണോ? ഞാൻ കുറേ നേരം വട്ടം കറങ്ങി. പിന്നെയാണ് GM-നെ കാണുന്നത്. GM-നെ കണ്ടപ്പോൾ ചോദിച്ചു, സാറ് ഗ്ലാമർ നോക്കുമോ ജോലിക്ക്? സതിയമ്മ ജോലി എടുക്കാനോ ആരാണെങ്കിലും ജോലി എടുക്കുക, അത് ഗ്ലാമറൊന്നും പ്രശ്നമല്ല, ജോലി എടുക്കാൻ അറിയും. ഇപ്പം കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒരു 5 സ്റ്റാർ ഹോട്ടലിലെ ഷെഫായിട്ട് മാറി. ഒരു എക്സ്പീരിയൻസ് പോലും ഇല്ലാതെ. എക്സ്പീരിയൻസ് വെച്ചാൽ നന്നായിട്ട് പാചകിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചാൽ എന്തെങ്കിലും ഒരു ജോലി വേണം. അങ്ങനെ ഞാൻ കണ്ടപ്പം ഇത്രയും പ്രായമുണ്ട്, അപ്പം നാടൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ അറിയാം. ആദ്യം എൻ്റെ പ്രിപ്പറേഷൻ, ഉള്ളി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോറിൽ ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം കിച്ചണിൽ വരാൻ തുടങ്ങി. പിന്നീട് കഴിഞ്ഞൊരു 6 മന്തിന് മുമ്പ് യൂണിഫോം കൊടുത്തു. അപ്പോൾ സ്റ്റാഫിൻ്റെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കും, ഗസ്റ്റിൻ്റെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കും. ഇപ്പോൾ സതിയമ്മ അവിടുത്തെ ഒരു സ്റ്റാറായിട്ട് മാറി. അപ്പോൾ ഇങ്ങനെ ഒരു ഭക്ഷണം എനിക്ക് പോലും അതിശയമായിപ്പോയി. അപ്പോൾ ഒരു ജസ്റ്റ് ഇതേപോലെ ഒരു നമ്മളെ സഹായിക്കാൻ വന്ന ഒരാൾ അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ കൊച്ചിയിൽ അതിൻ്റെ മുന്നിൽ കൂടെ എപ്പോഴും പോകും. കൊച്ചിക്കാരിയാണല്ലോ. ലേ മെറിഡിയൻ്റെ മുന്നേ ആദ്യം വരുമ്പോൾ റോഡിൻ്റെ മുമ്പിൽ ഒരു വലിയ ഹോട്ടലാണ്. അപ്പോൾ എനിക്ക് അതിനകത്തുനിന്ന് കയറി ഒന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞ കയറുകയല്ല, അവിടെ ഇപ്പോൾ അവിടെ നിന്ന് മാറുന്നില്ല. അനേകം സ്ഥലത്ത് ജോലി എടുത്തിട്ടു. പക്ഷെ ലേ മെറിഡിയൻ ചെന്നിട്ട് ഇന്നും വരെ ലീവ് എടുത്തിട്ടില്ല. ലീവ് എടുക്കാൻ തോന്നുന്നില്ല. നല്ല എൻജോയ്മെന്റ് അടുക്കളയിൽ ചെന്നല്ല. വൈശാഖാണെങ്കിൽ ഷെഫുമാരാണെങ്കിൽ ഇപ്പം ഈ ഷെഫ് കപ്പ കുഴച്ചത് മത്തിക്കറി. ഇത് കോട്ടയം സ്റ്റൈലാ. ഓക്കെ, ഇപ്പൊ ഏതൊക്കെ സ്റ്റൈൽ അറിയാം? എല്ലാം അറിയാം, ഏത് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ സതിയമ്മ പോലുള്ള ഒരു ഇത്രയും പ്രായമായിട്ടും ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഒരു തൊഴിലെടുത്തിട്ട് ഭയങ്കര അന്തസ്സായിട്ട് അതിൽ പ്രൗഡായിട്ട് ചെയ്യുന്ന ഒരാളാണ്. ഞാനപ്പം 1-2 തവണ കണ്ട് പിന്നീട് ഇടയ്ക്ക് പോകുമ്പോൾ മാത്രമാണ് കാണുക. ഇപ്പോൾ കിച്ചണിലെ കംപ്ലീറ്റ് ഒരു, അപ്പോൾ പ്രായം എന്നൊക്കെ പറയുന്നത് നമ്മൾ പറയാമല്ലോ, ഒരു ഏജ് എന്നൊക്കെ പറയുന്ന എല്ലാ നമ്പറാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഒരു 5 സ്റ്റാർ ഹോട്ടലിലെ ഷെഫായിട്ട് മാറിയിരിക്കുകയാണ്. ഞാൻ എങ്ങനെ വന്നേന്നറിയോ? എങ്ങനെ വന്ന്? സൈക്കിളിനെ ഇപ്പൊ വരുന്നേ. ആണോ? മയിൽവാഹനമുണ്ട്. ഓക്കെ, ടീഷർട്ടൊക്കെ ഇട്ടോ ജീൻസൊക്കെ ഇട്ടോ ഒരു വരവുണ്ടോ? ഭയങ്കര കോയിൻസിഡൻസ് ആണ്. എന്റെ മദറിൻലോയുടെ പേരും സത്യമ്മ എന്നാണ്. അത് മാത്രമല്ല അവരുടെയും ഫേവറേറ്റ് ഡിഷ് ഇത് മാത്രം. ഓക്കെ, നമുക്ക് ഇനി അത് ടേസ്റ്റ് ചെയ്യാം. സതിയമ്മ, താങ്ക് യു സോ മച്ച്. ഭയങ്കര സന്തോഷം. ഇനി എന്താ സതിയമ്മയുടെ ആഗ്രഹം? ഇനി കുറച്ച് ഷെഫിന്റെ കോട്ടിടുമ്പോ എന്റെ പൊന്ന് 1.5 ഒരു കോട്ടാണ്. അടിപൊളിയാണ്. ഞാൻ കരഞ്ഞുപോയി സത്യത്തില്. എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര ഒരു കോട്ടിടുമ്പോഴത്തേക്കും നമ്മുടെ ചങ്കാണ് ഇഷ്ടപ്പെട്ട. താങ്ക് യു സോ മച്ച്. ഭയങ്കര സന്തോഷം. എനിക്ക് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരാൾ ജോലി കൊടുക്കുന്നില്ല, അതിന് അവർക്ക് ഓൾറെഡി അവർ ഡിസേർവ്ഡ് ആണ്. അവർക്ക് എൻ്റെ ഒരു കഴിവുണ്ട്. അത് ഒരാളുടെ പണിയല്ല. അതങ്ങനെ വന്നിട്ട് ഇവരൊക്കെ വന്നിട്ട് അവരുടെ ജോലി മാത്രമല്ല, എല്ലാവരും അവിടെ സ്റ്റോറിൽ പോയി എല്ലാം പ്രിപ്പ് ചെയ്യും. ഷെഫുമാർ ബിസിയാണ്, അവരുടെ കൂടെ നിന്ന് വർത്താനം പറയും. ഡ്യൂട്ടി കഴിഞ്ഞ് പോകാൻ പറഞ്ഞാലും പോവില്ല. അവിടെ തന്നെ നിന്ന് തീരുന്നവരൊക്കെ പാഷനാണ്.
അപ്പോൾ താങ്ക് യു, സന്തോഷം, ഭയങ്കര സന്തോഷം വിശാഖ് ഈ ഒരു എപ്പിസോഡിൽ വന്നു. ഈ ഒരു സിനിമ ഷഹീൻ എന്ന് പറഞ്ഞൊരു യുവ സംവിധായകൻ, നമുക്ക് ഇതുപോലുള്ള പുതിയ സിനിമകൾ വരണമെങ്കിൽ ഈ ഒരു സിനിമകൾ വിജയിക്കേണ്ടത് നമ്മളുടെ എല്ലാവരുടെയും ആവശ്യമാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടിട്ട് ഇദ്ദേഹം എടുത്ത എഫർട്ടിന് നമ്മുടെ കുപ്പി എന്ന് പറഞ്ഞ ആനന്ദത്തിൽ കൂടെ നമ്മളെ സന്തോഷിപ്പിച്ച് അതിന് മാറ്റാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ എഫർട്ട് എടുത്തൊരു സിനിമയാണ് ഗൈസ്. എല്ലാ ആൾക്കാരും പ്ലീസ് പോയി ഈ തിയേറ്ററിൽ കാണുക. അപ്പം വിശാഖ് ആഗ്രഹിച്ച പോലെ നല്ല നല്ല കഥാപാത്രങ്ങൾ, എനിക്ക് ഉറപ്പാണ് ഇത്രയും നിങ്ങളോട് സംസാരിക്കുക തന്നെ നമുക്ക് മനസ്സിലാവും, ഓരോ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാനുള്ള നമ്മൾ മാനസികമായിട്ട് നിങ്ങൾ റെഡി ആയിട്ടിരിക്കുകയാണ്. ആഗ്രഹിച്ച എല്ലാ കഥാപാത്രങ്ങളും വരട്ടെ. പിന്നെ സദ്യമയുടെ കാര്യം ഞാൻ കൂടുതൽ പറയുന്നില്ല, നമ്മൾ തന്നെ നോക്കുന്നതായിരിക്കും. സോ രണ്ടുപേർക്കും വലിയൊരു താങ്ക് യു. ഈ ഷോയിൽ വന്നതിൽ ഭയങ്കരമായ സന്തോഷം. പറഞ്ഞ പോലെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ഗോൾഡ് വിന്നർ മാസ്റ്റർ ഷെഫ് പിള്ളയുടെ ഒരു എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരു ഗസ്റ്റിൻ്റെ കഥയൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. താങ്ക് യു സോ മച്ച്.